വയനാട് വാഗേരിയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൂടല്ലൂർ കോളനി കവലയ്ക്ക് സമീപം ഏറ്റവും ആദ്യം സ്ഥാപിച്ച കൂട്ടിൽ യുവകർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവ കുടുങ്ങിയത്. ഉത്തരമേഖല CCF KS ദീപയുടെ മേൽനോട്ടത്തിലുള്ള സംഘം 10 ദിവസമായി നടത്തിയ ദൗത്യമാണ് ലക്ഷ്യത്തിലെത്തിയത്. WWL 45 ആണ് ഇപ്പോൾ നമ്മുടെ കേജിലായിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മളിതിനെ ഡോക്ടേഴ്സ് ഇവിടെ വെച്ച് ഇനീഷ്യൽ ആയിട്ട് അതിനെ പരിശോധിച്ച് എക്സാമിൻ ചെയ്തതിന് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ, അതേപോലെ എല്ലാവരും, നിങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. എല്ലാ രീതിയിലുമുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. ഇതിലാണ് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും സഹായിക്കും. പ്രജീഷിന്റെ ജീവനെടുത്ത WWL 45 എന്ന നരഭോജി കടുവ തന്നെയാണ് കൂട്ടിലായത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചതോടെ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാരെത്തി. ഈ കടുവ സുഹൃത്തിനെ പിടിക്കുന്ന സമയങ്ങളിൽ ഈ ഫോറസ്റ്റുകാർ ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത് ഈ കടുവയെ ഞങ്ങൾ വെടിവെച്ചു കൊല്ലും എന്നുള്ള ഒരു ഇതിന്റെ പുറത്താണ് ഈ ബോഡി ഏറ്റുവാങ്ങുകയും ഈ ബോഡി ഇവിടെ കൊണ്ട് സംസ്കരിക്കുകയും ചെയ്തത്. കടുവ ഈ 10 ദിവസത്തിന് ശേഷം കൂട്ടിലാകപ്പെട്ടതിന് ശേഷം അവരിപ്പോൾ പറയുന്നത് കടുവേനെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. വനംവകുപ്പ് മന്ത്രി ഓർഡർ ഇട്ടിട്ടുണ്ട് ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന്. പിന്നെ അതേപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവല്ലെങ്കിൽ കൂടിയും ഒരു ഓർഡർ, ഒരു മൗനസമ്മതം ഹൈക്കോടതിയിൽ തന്നിട്ടുണ്ട്. ഇതിന്റെ പുറത്ത് ഇതിനെ വെടിവെച്ച് ഒന്നുകൂടെ. മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിനിടയിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ സൗത്ത് വയനാട് DFO ഷജീന കരീം അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി പലവിധ ചർച്ചകൾ നടത്തിയെങ്കിലും തീരുമാനമായില്ല. സബ് കളക്ടർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പ്രജീഷിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ശുപാർശ നൽകുമെന്ന് ഉറപ്പ് നൽകി. കുടുംബത്തിന് താൽക്കാലിക ജോലി നൽകാനാകുമെന്ന് ADM ഉറപ്പ് നൽകിയെങ്കിലും കടുവയെ കൊണ്ടുപോകാൻ ഒരു വിഭാഗം ജനങ്ങൾ സമ്മതിച്ചില്ല. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ജനങ്ങളുടെ പ്രതിഷേധം ശമിക്കുന്നതിന് മുൻപ് കടുവയെ കുപ്പാടിയിൽ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. സി മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.